നമസ്കാരം, എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായിട്ട് WWE ഏറ്റവും വലിയൊരു പേപ്പർ വ്യൂ തന്നെയാണ് മണി ഇൻ ദ ബാങ്ക്. അപ്പോൾ ഈ മണി ഇൻ ദ ബാങ്കിൽ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നിൽക്കുന്ന മാച്ച് തന്നെയാണ് ബ്രീക്ക് കേസ് മാച്ച്. അപ്പോൾ ഈ ബ്രീക്ക് കേസ് മാച്ചിൽ വിജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള 5 സൂപ്പർ സ്റ്റാർസുകൾ ആരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ അവസാനം വരെ കാണണം. വീഡിയോട്ട് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്ക് കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ തുടങ്ങി പോയേക്കാം. ഈ മണി ഇൻ ദ ബാങ്ക് പേപ്പർ വ്യൂ എന്നാണ് നടക്കുന്നത് വെച്ചാൽ മെയ് 19-ാം തീയതിയാണ് നടക്കുന്നത്. വൈകുന്നേരമാണ് നടക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയ് 20-ാം തീയതി രാവിലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ മണി ഇൻ ദ ബാങ്കിൽ ഏറ്റവും വലിയൊരു മാച്ച് തന്നെയാണ് മെൻസിൻ്റെ ബ്രീക്ക് കേസ് മാച്ച്. അപ്പം ഈ ബ്രീക്ക് കേസ് മാച്ചിൽ വിജയിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള 5 റെസ്ലേഴ്സിൻ്റെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരാരൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 5 സൂപ്പർ സ്റ്റാർസിനകത്ത് 5-ാം സ്ഥാനത്ത് ഇരിക്കുന്ന സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ ആൻഡ്രാഡയാണ്. ആൻഡ്രാഡെ ഈ സൂപ്പർ സ്റ്റാർ ഷെയ്ക്കപ്പിൽ വെച്ചാണ് ആൻഡ്രാഡെ റോയിലോട്ട് വന്നത്. ആൻഡ്രാഡെ ഇപ്പം NXTന് മെയിൻ റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് വലിയൊരു പുഷൊന്നും ലഭിച്ചിട്ടില്ല. അപ്പോൾ ഈ മണി ഇൻ ദ ബാങ്ക് 2019 നടക്കുന്ന മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചിൽ വിൻ ചെയ്ത് ആൻഡ്രാഡെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ക്യാഷ് ഇൻ ചെയ്ത് ആൻഡ്രാഡെ വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറഞ്ഞ് റൂമർ ന്യൂസ് വരുന്നുണ്ട്. ഈ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്തായിട്ട് വരുന്ന സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ സെമീസൈനാണ്. സെമീസൈന് ഇഞ്ചുറിയൊക്കെ മാറിക്കണ്ടിട്ട് WWE റിട്ടേൺ ചെയ്തിട്ട് കാര്യമായിട്ടുള്ള പുഷൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അപ്പം സെമീസൈൻ ഈ മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചിൽ വിൻ ചെയ്തിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനോ അതോ WWE ചാമ്പ്യൻഷിപ്പിനോ ക്യാഷ് ഇൻ ചെയ്യുന്നതാണ് പറയുന്നത്. സെമീസൈൻ ഒരു ഫ്രീ ഏജൻറ്റ് സൂപ്പർ സ്റ്റാറാണ്. അതേപോലെ റോയിലും വർക്ക് ചെയ്യാം, അതേപോലെ സ്മാക്ഡൗണിലും വർക്ക് ചെയ്യാം. അതുകൊണ്ട് ഇന്നത്തെ WWE ചാമ്പ്യൻഷിപ്പോ അതോ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പോ ഈ ബ്രീക്ക് കേസുമായിട്ട് കൊണ്ടുപോയി ക്യാഷ് ഇൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തായിട്ട് നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ ആരാണെന്ന് വെച്ചാൽ കെവിൻ ഓവൻസ് ആണ്. കെവിൻ ഓവൻസ് ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞിട്ടും തിരിച്ച് WWE വന്നു കഴിഞ്ഞിട്ട് ഒരു ഫേസ് റെസ്ലറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം കെവിൻ ഓവൻസ് ഈ മണി ഇൻ ദ ബാങ്ക് വിൻ ചെയ്യുമെന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശരിക്കും പറഞ്ഞാൽ കെവിൻ ഓവൻസിന് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റി അല്ല ഇത് ബിഗ്ഗിക്ക് കൊടുക്കുന്നതാണ്. ബിഗ്ഗിക്ക് ഇഞ്ചുറി കാരണത്താൽ അവിടെ ബിഗ്ഗിക്ക് പകരം അവിടെ കെവിൻ ഓവൻസിനെ ആഡ് ചെയ്തു ന്യൂ ഡേ ടീമിൽ. അപ്പം ന്യൂ ഡേ ടീമിലൂടെ ഇപ്പം കെവിൻ ഓവൻസ് നിൽക്കുവാണ്. അപ്പം കെവിൻ ഓവൻസ് ഈ ബ്രീക്ക് കേസ് മാച്ച് വിൻ ചെയ്തിട്ട് കെവിൻ ഓവൻസ് പെട്ടെന്ന് ഹീൽട്ടൺ ആയിട്ട് WWE ചാമ്പ്യൻഷിപ്പിന് കോഫി കിൻസിനടുത്ത് ഈ മണി ഇൻ ദ ബാങ്ക് ക്യാഷ് ഇൻ ചെയ്തിട്ട് WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറഞ്ഞ് റൂമർ ന്യൂസ് വരുന്നുണ്ട്. ഈ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തായിട്ട് വരുന്ന സൂപ്പർ സ്റ്റാർ ആരാണ് വെച്ചാൽ AJ സ്റ്റൈൽസ് ആണ്. AJ സ്റ്റൈൽസ് സ്മാക്ഡൗണിൽ നിന്ന സമയത്ത് വളരെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് നിന്നത്. ഇപ്പം കഴിഞ്ഞ സൂപ്പർ സ്റ്റാർ ഷെയ്ക്കപ്പ് വെച്ച് AJ സ്റ്റൈൽസ് റോയിലോട്ട് വന്നു. അപ്പം AJ സ്റ്റൈൽസ് റോയിലോട്ട് വന്ന സമയത്ത് പല ആൾക്കാർക്കും ഉള്ള ആഗ്രഹമാണ് AJ സ്റ്റൈൽസ് വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കണമെന്ന്. അപ്പം ഈ മാച്ച് നടക്കാൻ വളരെ ചാൻസ് ഉള്ളതാണ്. ഇപ്പം പിന്നെ റൂമർ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ AJ സ്റ്റൈൽസ് ഈ മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചിൽ വിൻ ചെയ്തിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് മാച്ചിന് വേണ്ടി AJ സ്റ്റൈൽസ് ക്യാഷ് ഇൻ ചെയ്തിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് AJ സ്റ്റൈൽസ് വേഴ്സസ് സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമെന്ന് പറഞ്ഞ് ഒരു ബിഗ് റൂമർ ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തായിട്ട് വരുന്ന സൂപ്പർ സ്റ്റാർ ആരാണ് വെച്ചാൽ റോമൻ റെയിൻസ് ആണ്. നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചില്ല റോമൻ റെയിൻസ് സ്മാക്ഡൗണിലോട്ട് ഡ്രാഫ്റ്റ് ആകുമോ, നമ്മളാരും തന്നെ പ്രതീക്ഷിച്ചില്ല. റൂമർ ന്യൂസ് ഉണ്ടായിരുന്നു, നമ്മളാരും തന്നെ അത് വലിയതായിട്ടൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ സൂപ്പർ സ്റ്റാർ ഷെയ്ക്കപ്പിൽ വെച്ച് റോമൻ റെയിൻസ് സ്മാക്ഡൗണിലോട്ട് വന്നായിരുന്നു. അപ്പം ഇപ്പം വരുന്ന റൂമർ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് മണി ഇൻ ദ ബാങ്ക് ലാഡർ മാച്ചിൽ വിൻ ചെയ്തിട്ട് WWE ചാമ്പ്യൻഷിപ്പിന് മാച്ചിന് വേണ്ടി ക്യാഷ് ഇൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ന്യൂ WWE ചാമ്പ്യൻ റോമൻ റെയിൻസ് ആകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പം വരുന്ന ഒരു ബിഗ് റൂമറാണ്. പിന്നെ ഇത് എത്രമാത്രം നടക്കുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇത് റൂമർ ന്യൂസ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ 5 സൂപ്പർ സ്റ്റാർസിനകത്തുനിന്ന് ആര് ഈ മണി ഇൻ ദ ബാങ്ക് ബ്രീക്ക് കേസ് മാച്ചിൽ വിൻ ചെയ്യണമെന്ന് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ റെസ്ലിംഗ് ന്യൂസും പല റിസൾട്ട്സ് ലൈവ് സ്റ്റോറിയും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.